വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റണ്ണിന് ഔദ്യോഗിക തുടക്കം. ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി വിഴിഞ്ഞം വികസനത്തിന്റെ പുതിയ ഏടെന്ന പിണറായി വിജയൻ. സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത്. പദ്ധതി നടപ്പാക്കാതിരിക്കാൻ ചിലർ ശ്രമിച്ചെന്നും മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പരാമർശമില്ല. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം. സുപ്രീം കോടതി ഉത്തരവ് ഇഡി അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കേസിലെ നിയമവിഷയങ്ങൾ 3-അംഗ ബെഞ്ചിന് വിട്ടു. നേപ്പാളിൽ മണ്ണിടിച്ചിലിൽ 2 ബസ്സുകൾ ഒലിച്ചുപോയി. ബസ്സിലുണ്ടായിരുന്നത് 63 പേർ. രക്ഷാപ്രവർത്തനം തുടരുന്നു. ഉത്തരേന്ത്യയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുന്നു. അസമിലെ പ്രളയത്തിൽ മരണം 84ആയി. സംസ്ഥാനത്ത് മണ്ണെണ്ണ വിതരണം പരിമിതപ്പെടുത്തുന്നു. ഇനി മണ്ണെണ്ണ ലഭിക്കുക ഒരു പഞ്ചായത്തിലെ 2 റേഷൻ കടകളിൽ നിന്ന് മാത്രം. മഞ്ഞ, പിങ്ക് കാർഡ് ഉടമകൾക്ക് 3 മാസത്തിലൊരിക്കൽ 1/2 ലിറ്റർ മണ്ണെണ്ണ. മൂന്നാർ സഹകരണ ബാങ്കിനും CPIM-നുമെതിരെ മുൻ MLA S. രാജേന്ദ്രൻ. CPIM ഭരിക്കുന്ന ബാങ്കിൽ അഴിമതിയെന്ന ആരോപണം. ഹൈഡൽ ടൂറിസത്തിനായി പണം പിൻവലിച്ചത് രേഖകളില്ലാതെ പാർട്ടിയെ മുന്നിൽ നിർത്തി കച്ചവടം നടത്തുന്നുവെന്നും വിമർശനം. അനീതിക്കെതിരെ പടനയിക്കാൻ സേനാപതി വീണ്ടും എത്തി. കമൽഹാസന്റെ ഇന്ത്യൻ 2 തിയേറ്ററുകളിൽ സമ്മിശ്ര പ്രതികരണങ്ങളുമായി ആരാധകർ. ஓடவும் முடியாது அந்த டோமாஞ்சரி ஆட்டம் போய் பாருடா, இந்த தியேட்டர் போய் பாரு, பட வேற ലെവല്. ഇന്ത്യ സിംബാബ്വെ 4-ാം T20 നാളെ. മത്സരം വൈകിട്ട് 4:30 ഹരാരെ സ്പോർട്സ് ക്ലബിൽ. പരമ്പര പിടിക്കാൻ ഇന്ത്യ. അട്ടിമറി ജയം ലക്ഷ്യമിട്ട് സിംബാബ്വെ.